ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം അസം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. ക്ലോണിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇയാൻ വിൽമുട്ട്. അദ്ദേഹം 2023 അന്തരിച്ചത്. ഏറ്റവും തിളക്കം കൂടിയ ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ഇന്ത്യയുടെ പൂന്തോട്ട നഗരമെന്ന് അറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ഉത്തരം ബാംഗ്ലൂർ. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ്? ഉത്തരം റഫ്ലേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്നാണ്? ഉത്തരം 1920. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ കിടക്കുന്ന വൻകര ഏതാണ്? ഉത്തരം അന്റാർട്ടിക്ക. കേരളത്തിലെ ഏറ്റവും വലിയ രാജ്യാന്തര വിമാനത്താവളം ഏതാണ്? ഉത്തരം നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം. വിഴിഞ്ഞാൻ തുറമുഖത്ത് എത്തിയ ആദ്യ ചൈനീസ് കപ്പലിന്റെ പേരെന്താണ്? ഉത്തരം ഷെൻഹുവ 15 വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ. കേരളത്തിലെ ആദ്യത്തെ തേക്കുംതോട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നിലമ്പൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ തേക്കുംതോട്ടം. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ഏതാണ്? ഉത്തരം പൂജപ്പുര സെൻട്രൽ ജയിൽ. സൂര്യനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഉത്തരം ആദിത്യ L1. 2023 വിക്ഷേപിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം 1919. ബദിരവിലാപം എന്ന ഖണ്ഡകാവ്യത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ബാലാതപം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഇളം വെയിൽ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം S സോമനാഥനാണ് നിലവിലെ ISRO ചെയർമാൻ. ഞാറ്റുവേല പൂക്കൾ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം P ഭാസ്കരന്റേതാണ് ഞാറ്റുവേല പൂക്കൾ. ഏതു നേതാവിന്റെ സ്മരണാർത്ഥമുള്ളതാണ് ഏകതാ പ്രതിമ? ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ടോറിസെല്ലിയാണ് അന്തരീക്ഷമർദ്ദം ആദ്യമായി അളക്കുന്നത്. മാർത്താണ്ഡവർമ്മ എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം CV രാമൻപിള്ള. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത്? ഉത്തരം മധ്യപ്രദേശിലെ സാഞ്ചി. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏത്? ഉത്തരം ചെമ്പാണ് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം. നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം S സോമനാഥിന്റെ ആത്മകഥയാണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ. ത്വക്കിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു ഏതാണ്? ഉത്തരം മെലാനിനാണ് ത്വക്കിലടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു. മിൽമയുടെ സംസ്ഥാനത്തെ ആദ്യ റെസ്റ്റോറന്റ് എവിടെയാണ്? ഉത്തരം തൃശൂർ ജില്ലയിൽ. ആമസോൺ കാടുകൾ കൂടുതലായും ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബ്രസീലിലാണ് ആമസോൺ കാടുകൾ കൂടുതലായി വ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ കണ്ടൽ വനങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിൽ. പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? ഉത്തരം 70 തൊട്ട് 72 വരെ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം മാധവ് ഗാഡ്ഗിൽ. ഓഗസ്റ്റ് 23 ഇനി മുതൽ ഇന്ത്യയിൽ ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം. കൊച്ചനുജൻ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കൊച്ചനുജൻ എന്ന കവിത എഴുതിയത്. അവനി എന്നാൽ എന്താണ് അർത്ഥം? ഉത്തരം അവനി എന്നാൽ ഭൂമി എന്നാണ് അർത്ഥം. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്?
ഉത്തരം സിക്കിമാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.